ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ ഒരു ചായക്കടിയാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പം കുട്ടികൾക്ക് ഇങ്ങനെ കറുമുറ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്ക പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ നല്ല ജീരകം കേട്ടോ. നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കാണുകയെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ പറയുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേയൊന്നും വേണമെന്നില്ല കേട്ടോ. കുറച്ച് ഒരു പാകത്തിനുള്ള മധുരം നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കലക്കിയെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുക. ആദ്യം വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കിയും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുക. വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ. ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം എത്ര വേണ്ടതെന്ന് വെച്ചാൽ. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കല്ലോ. അപ്പം കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ നമ്മളിങ്ങനെ ഇളക്കുന്നതൊക്കെ തോന്നിയത് ലൂസാവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കൂടുതൽ പെട്ടെന്ന് ഒഴിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചാൽ നമുക്ക് മനസ്സിലാവും പഞ്ചസാര ഒക്കെ അലിഞ്ഞ് വരുന്ന സമയത്ത് ഇത് ഏകദേശം കറക്റ്റായിട്ട് വരും കേട്ടോ പാകം. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാര അലിഞ്ഞ് വരട്ടെ കേട്ടോ. അലിഞ്ഞ് വന്നാൽ നമുക്ക് കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്കായി കിട്ടേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മൈദ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ആവശ്യമുണ്ട് കേട്ടോ. അത് രണ്ടും ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാറ്റിയത് പഴമാണ്. പഴം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കുക. നിങ്ങൾക്ക് വേണേൽ ഒരു പഴം കൊണ്ട് ചെയ്യുക, 2 പഴം കൊണ്ടൊക്കെ ചെയ്യുക കേട്ടോ. ഞാനിപ്പം ഇവിടെ 4 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം നല്ല പഴുത്ത് പോയ പഴം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പഴുത്ത് പോയ പഴം കൊണ്ടൊക്കെ ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ തൊലി ഭാഗം ഒന്ന് ഉരിഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ പഴമൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മളിപ്പം പഴംപൊരിക്ക് കട്ട് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ 4 കീറാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ 4 കീറാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ നല്ല എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ പഴത്തിന് നീളമില്ലായിട്ടാണ് കേട്ടോ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നീളത്ത് കിട്ടുമെന്ന് നമുക്ക് നേരം മറ്റേത് തന്നെയാണ് കേട്ടോ കറക്റ്റ്. അപ്പോൾ അതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ കൂട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മളെ പഴമില്ലേ, മുറിച്ച് വെച്ച പഴം നമ്മളെ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പഴം ഇതിലിട്ട് കൊടുത്തിട്ട് ഈ ഒരു കൂട്ടിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു മൈദപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദപ്പൊടി എടുത്ത് വെച്ചിക്കല്ല. അപ്പോൾ ഈ ഒരു മൈദപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് മിക്സാക്കി എടുക്കുക. പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മൈദപ്പൊടി ആക്കി കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ KFC ഒക്കെ ആക്കുന്നില്ലേ, അതുപോലെ ചെയ്തെടുത്തതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ചെറുങ്ങനെ ഒന്ന് കുടയുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ലെയർ പുറത്തേക്ക് ഇങ്ങനെ മൈദപ്പൊടീൻ്റെ ഒരു ലെയർ പോലെ കാണും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിങ്ങനെ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മുരിയിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ നല്ല അടിപൊളി KFC മോഡലിലുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ കേൾപ്പിച്ചിരുന്നുണ്ട് എങ്ങനെയാണ് ഇത് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുകയെന്ന്. അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തത്. കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ വീഡിയോക്കും വേണ്ടി ഓരോന്ന് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 ഇട്ടിട്ട് ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാത്തവരുണ്ട്, ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ രണ്ടാമത്തും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടിയിലത്തെ ബാറ്റർ ഇങ്ങനെ ഒലിച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ മൈദപ്പൊടി പറ്റിയിട്ട് നല്ല അവിടെ ഇവിടെ ഇങ്ങനെ ഇറച്ചി നിൽക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനും വേണ്ടിയിട്ട്, കഴിക്കാനും നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേ. അപ്പോൾ ഇതും ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇവിടെ പൊരിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ മൈദപ്പൊടി ഇങ്ങനെ മുകളിലേക്ക് കാണുന്നത്. അപ്പോൾ അതായത് മുഴുവനായിട്ട് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിന്നിട്ട് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് നോക്ക് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. കുട്ടിയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ.